ഹായ് ഹലോ ഫ്രണ്ട്സ് ടോക്ക് ഓൺലി പി എസ് സിയിൽ അടുത്ത 10 കറണ്ട് അഫെയറുമായിട്ട് ഞാനിതാ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കറണ്ട് അഫെയർ പഠിക്കാൻ പോവുകയാണ്. അതിന്റെ മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. ഒന്ന് രണ്ട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഈ ഇടുന്ന ക്ലാസ്സിന്റെ PDF കിട്ടുമോ എന്ന്. പക്ഷെ ഞാൻ ഈ ക്ലാസ്സുകളെല്ലാം എഴുതിയിട്ടാണല്ലേ എടുക്കുന്നത്. കറണ്ട് അഫെയറിന്റെ ക്ലാസ്സുകളെല്ലാം എഴുതിയിട്ടാണ് എടുക്കുന്നത്. അത് PDF ആയിട്ട് എൻ്റെ കയ്യിലില്ല. അപ്പൊ പിന്നെ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ഒരു റിവിഷന് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ പഠിക്കുമ്പോൾ എങ്ങനെയാണ് എന്നൊരു ഐഡിയ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുക അല്ലെ. അപ്പോൾ ജസ്റ്റ് ഈ വോയിസ് കേട്ടാൽ മതി നിങ്ങൾ. അതായത് ഒരു ടോപ്പിക് ഇപ്പൊ കേരള ഹിസ്റ്ററിയാണ് നമ്മൾ കുറെ എടുത്തിട്ടുള്ളത് അല്ലെ. ഇപ്പൊ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഉദയം, പേരൂർ, സുനഹദോസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് മെമ്മറിയിൽ ഉണ്ടാവുള്ളൂ. സോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ ഓഡിയോ ഓൺ ആക്കി ഇടുക, എന്നിട്ട് അങ്ങനെ കേട്ടു പോവുക. അങ്ങനെ തന്നെയാണ് എല്ലാ ക്ലാസ്സും ചെയ്യേണ്ടത്. അല്ലാതെ ഇതിന്റെ PDF ആയിട്ട് നിങ്ങൾ എടുത്ത് സൂക്ഷിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ എനിക്ക് PDF ആക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് ട്രൈ ചെയ്തു നോക്കട്ടാ. വളരെ കുറച്ച് ആളുകളല്ലേ എന്നോട് ചോദിക്കുന്നുള്ളൂ അല്ലെ. അപ്പോൾ അവർക്ക് ചോദിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ അങ്ങനെയുള്ള ഒരു PDF എൻ്റെ കയ്യിൽ ഇല്ല. അതാണ് സത്യം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ കറണ്ട് അഫെയറിലേക്ക് നമ്മൾ പോവുകയാണ്. ഫസ്റ്റ് വൺ നോക്കൂ. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. അതിലൊരു സംശയവും വേണ്ട അല്ലെ. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് മനസ്സിലാക്കുക. 1896 മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാനവും കേരളം തന്നെയാണ്. ഏതു മുതലുള്ളതാണ്? 1896 മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ക്ലിയർ ആയല്ലോ. തേർഡ് വൺ, ഹരിത കേരള മിഷൻ. എന്താണ്? ഹരിത കേരള മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കാസർഗോഡാണ്. ഹരിത കേരള മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല കാസർഗോഡ്. ക്ലിയർ ആയല്ലോ. ഫോർത്ത് വൺ, കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല ഏതാണ്? വയനാടാണ് കേട്ടോ. എന്താണ്? കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല എന്ന് ചോദിച്ചാൽ വയനാടാണ്. ഫിഫ്ത് വൺ, ഇന്ത്യയിൽ ആദ്യമായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനവും ഏതു തന്നെയാണ്? നമ്മുടെ കേരളം തന്നെയാണ്. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം. സിക്സ്ത് വൺ നോക്കൂ. VT ഭട്ടതിരിപ്പാടിന്റെ പേരിൽ സ്മാരകം നിലവിൽ വന്ന ജില്ല. VT ഭട്ടതിരിപ്പാടിന്റെ പേരിലാണ് കേട്ടോ. VT ഭട്ടതിരിപ്പാടിന്റെ പേരിൽ സ്മാരകം നിലവിൽ വന്ന ജില്ല പാലക്കാടാണ്. സെവൻത് വൺ, രാജ്യത്തെ ആദ്യ ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. എന്താണ്? രാജ്യത്തെ ആദ്യത്തേതാണ് ആദ്യ ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം കേരളമാണ്. എയ്ത്ത് വൺ, തീർത്ഥാടന ടൂറിസം. എന്താ സംഭവം? തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ഭാഷകളിൽ മൈക്രോ വെബ്സൈറ്റുകൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനവും കേരളമാണ്. കേരളം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടാ. തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ഭാഷകളിൽ മൈക്രോ വെബ്സൈറ്റുകൾ രൂപീകരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. നെക്സ്റ്റ്, നയൻത് വൺ, ആദ്യ പരിസ്ഥിതി
ബജറ്റ് അവതരിപ്പിച്ചതും ആര് തന്നെയാണ്? കേരളമാണ്. 2024-25 ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നയപ്രഖ്യാപനം ബജറ്റിനൊപ്പം അവതരിപ്പിക്കുന്നത്. ക്ലിയർ ആയല്ലോ? എന്താണ്? ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നയപ്രഖ്യാപനം ബജറ്റിനൊപ്പം അവതരിപ്പിക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് 10th വൺ. 2024 ഫെബ്രുവരിയിൽ നമ്മൾ പറഞ്ഞു 2024 ജനുവരി മുതലുള്ള കറണ്ട് അഫയറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 2024 ഫെബ്രുവരിയിൽ ഉപദ്രവകാരികളായ ജീവികളെ ഉന്മൂലനം ചെയ്യുന്നതിന് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ എന്തിന്റെയാണ്? കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ 62ാം വകുപ്പിൽ ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളമാണ്. 2024 ഫെബ്രുവരിയിൽ ഉപദ്രവകാരികളായ ജീവികളെ ഉന്മൂലനം ചെയ്യുന്നതിന് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ 62ാം വകുപ്പിൽ ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ 10 കറണ്ട് അഫയറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ പെടുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ ടോപ്പിക്കുകളിലേക്കും എനിക്ക് കടക്കാൻ പറ്റുന്നില്ല. എങ്കിലും എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ടില്ലേ പക്ഷികൾ, എന്റെ കാക്കയൊക്കെ കരയുന്ന കേൾക്കുന്നുണ്ടോ? ഞാൻ ഓഫീസിന്റെ മുകളിലുള്ള ഭാഗത്ത് വന്നിരുന്നിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ പക്ഷികളൊക്കെ കരയുന്ന ശബ്ദം, ചിലപ്പം റോഡിലൂടെ പോകുന്ന എന്തിൻ്റെങ്കിലൊക്കെ ശബ്ദങ്ങൾ ഡിസ്റ്റർബൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും ഇത് ഓഫ് ചെയ്തിട്ട് പിന്നെ റെക്കോർഡ് ചെയ്യാണ് ചെയ്യാറ്. അതുകൊണ്ട് പലപ്പോഴും ചിലതൊക്കെ റെക്കോർഡ് ചെയ്താലും അത് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇന്ന് ചെയ്തത് 10 കറണ്ട് അഫയറുകളാണ്. ഇത് നിങ്ങൾ നന്നായി പഠിച്ചു വെക്കുക. ഓക്കെ, ഒന്നും കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. 2024 ഫെബ്രുവരിയിൽ ഉപദ്രവകാരികളായ ജീവികളെ ഉന്മൂലനം ചെയ്യുന്നതിന് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ 62ാം വകുപ്പിൽ ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് നിയമസഭയിൽ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കേരളം. ആദ്യ പരിസ്ഥിതി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കേരളമാണ്. 2024-25 ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നയപ്രഖ്യാപനം ബഡ്ജറ്റിനൊപ്പം അവതരിപ്പിക്കുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ഭാഷകളിൽ മൈക്രോ വെബ്സൈറ്റുകൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനവും കേരളം തന്നെയാണ്. 7th വൺ, രാജ്യത്തെ ആദ്യ ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനമാണ് കേരളം. 6th വൺ, VT ഭട്ടതിരിപ്പാടിന്റെ പേരിൽ സ്മാരകം നിലവിൽ വന്ന ജില്ലയാണ് പാലക്കാട്. നെക്സ്റ്റ് 5th വൺ, ഇന്ത്യയിൽ ആദ്യമായി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. 4th വൺ, കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബ സുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച ആദ്യ ജില്ല വയനാട്. ഹരിത കേരള മിഷൻ നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല കാസർഗോഡ്. നെക്സ്റ്റ്, 1896 മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനമാണ് കേരളം. ഓക്കെ, അപ്പൊ ഇന്നത്തെ 10 കറണ്ട് അഫയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും വീണ്ടും റിവൈസ് ചെയ്ത് പഠിക്കുക. താങ്ക് യു.